ശ്രീ പ്രഭാവർമ്മയുടെ കവിത കൊടിയിറക്കം. ആലാപനം സ്മിത പി മേനോൻ. കൊടിയേറിയാൽ ആറാട്ടിൻ്റെ നാൾ വരേക്കകം പുകയും വിധം നീറി നിൽക്കുമായിരുന്നോരോ നിമിഷത്തിലും ശാന്തിക്കാരൻ. ആ ഇടവേളക്കിടയിൽ അമംഗളം വല്ലതുമുണ്ടായാലോ? ഭദ്രമല്ലാതെ ശിവം കരമല്ലാതെ കൊടികയറ്റ പിന്നാലെ ഏതൊന്നു സംഭവിക്കിലും കൊടിയേറ്റിയ ശാന്തിക്കാരനായിടും പഴി തൻ പാറ്റിത്തുപ്പലേൽക്കാതെ നോക്കേണ്ടയോ? തിരുവുത്സവക്കൊടി കാറ്റത്തു കുരുങ്ങായ്വാൻ കൊടിത്തുമ്പിടം പെട്ടു തെക്കോട്ടു ചാഞ്ഞിടായ്വാൻ ധ്വജത്തിൻ നിഴൽ കൊടിനിഴലിൽ പതിക്കായ്വാൻ മൃതപുഷ്പങ്ങൾ പുഷ്പാഞ്ജലിയിൽ പെട്ടിടായ്വാൻ എഴുന്നള്ളത്തിൽ കൊമ്പനിടഞ്ഞിടായ്വാൻ മന്ത്രജപങ്ങൾ അപശബ്ദക്കറയാൽ ദുഷിക്കായ്വാൻ തിടപ്പള്ളിയിൽ നേദ്യം കരിഞ്ഞിടായ്വാൻ ശുദ്ധമശുദ്ധങ്ങളെ തൊട്ടു കളങ്കപ്പെട്ടിടായ്വാൻ ഉരുകിത്തിളയ്ക്കുന്ന പാതുകമാക്കി ജ്വലിക്കും തീവ്രാകുല ഗ്രീഷ്മ മധ്യാഹ്നാഗ്നിയിൽ പല താളവട്ടങ്ങളെടുക്കെ തോളിൽ നിന്നു ചെരിഞ്ഞാകിലും ദേവജീവിതയടരായ്വാൻ നിത്യമൊന്നാം ഉത്സവം തൊട്ട് 10 നാളിലും സമസ്തം മറന്നുപാസനയിൽ ജപധ്യാന മനനങ്ങളിൽ സദാലീനനായി സർവം വെടിഞ്ഞണുമാത്രകൾ ജപമാലയാക്കിയോനല്ലോ. എത്രമേലാശ്വാസമായിരുന്ന മുഖത്തെന്നോ ഉത്സവമോരോ നാളും ചെൽകെ 6 നാളിനി 5 നാൾ വെറും 3 നാൾ എന്നീ മട്ടിൽ അകമേ പിരിമുറുക്കൊടിയിറങ്ങുമ്പോൾ സൗവർണമുദ്രാങ്കിതമായ തൃക്കൊടി താഴത്തിറങ്ങും വരേക്കെല്ലായിടവും വരാഭയ തിരുനേത്രങ്ങൾ വന്നു പതിയാൻ എല്ലാം പുരാൻ വരമംഗളോദാര ഭദ്രമായി പുലർത്തിയിടാൻ. ഒടുവിൽ 10ാം ഉത്സവത്തിലെത്തുമ്പോൾ മഹോത്സവം ആറാട്ടിൻ ശുദ്ധിയാചരിച്ചിറങ്ങുമ്പോൾ തങ്ങളിൽ ദേവസഹോദരികൾ മനം ചേർത്തുവിട ചൊല്ലുമ്പോൾ ശിവമുയിരിൽ പരക്കുമ്പോൾ എത്രയും വിശ്രാന്തിയിൽ പുൽത്തടുക്കിലായൊന്നു വെറ്റില മുറുക്കിത്താണിരുന്നു ചങ്ങാത്തത്തിൻ വെടിവട്ടത്തിൽ പൊട്ടിച്ചിരിയും കളിമ്പവും പകുത്തു നന്നായി രസിച്ചിരുന്നു ശാന്തിക്കാരൻ. മുറുക്കിത്തുപ്പി മുറ്റപ്പുൽപ്പടർപ്പിലേക്ക് അതു മുഴുക്കെ ചോപ്പായി ഒട്ടുകിണ്ടിയിൽ നിന്നും വെള്ളം തുടരെ കവിൾ കൊണ്ടു കുലുക്കിത്തുപ്പി ചോപ്പു ചെറുതായി പോലും നേർത്തീല എത്രയാവർത്തിച്ചിട്ടും മെല്ലെ നേർത്തിടും ശ്വാസധാരയിൽ പതുക്കനെ പറഞ്ഞു, കഴിഞ്ഞു ക്ഷേത്രോത്സവം, അപ്പോൾ തന്നെ തുടങ്ങിയിരിക്കും ഇതെന്റെ ഉൾനാലമ്പല ധ്വജത്തിൽ അന്ത്യോത്സവത്തിൻ തിരുക്കൊടിയേറ്റം. ഉടലും ക്ഷേത്രം തന്നെ എന്നുണ്ടു പണ്ടേ, ഉടൽക്കകമേ പ്രതിഷ്ഠിതമുയരെന്നുമുണ്ടല്ലോ. തുടർന്നു വിധി പോലെ പൂജകളെന്നാകിലും ഒടുക്കമൊരു പുനഃപ്രതിഷ്ഠ നടക്കേണ്ടേ.
ഒടുക്കം ഒരു പുനഃപ്രതിഷ്ഠ നടക്കേണ്ടേ. അകമേ 6-ാം ഉത്സവം കഴിഞ്ഞിരിക്കുന്നു. തുടർന്നുണ്ടാവാം 7-ഉം 8-ഉം ഉത്സവം. അമ്മട്ടണയാറാവും പള്ളിവേട്ട ആറാട്ടും നാളുകൾ കഴികെ എന്നുള്ളിൽ എന്താശ്വാസമറിഞ്ഞായോ. ഉയരെ പറക്കുന്ന കൊടി താണിടുന്നുവോ. അകമേ പതിഞ്ഞ മട്ടാകുന്നു വാദ്യം. കൊടിച്ചരടങ്ങഴിയുന്നതെങ്ങനെ അതേ കണക്കഴിയുന്നുയിരിൻ്റെ ഉൾപ്പിരിവനായാസം. 1000 നിശ്വാസങ്ങൾ 1000 ശ്വാസങ്ങളുമാണിനി അവശേഷിക്കുന്നതെന്നറിഞ്ഞാകിൽ ആയതു തൊട്ടല്ലയോ നമുക്കാഘോഷം. മ്ലാനമാനസരായി തീരുവാൻ സമയം നമുക്കുണ്ടോ. മരണം അത്യാസന്നമാകയാൽ ഇനിയില്ല സഹനീയമല്ലാത്ത ദീർഘയാതനയ്ക്കുള്ള സമയം. ഏതുൽക്കട ദുഃഖവും കുമിള പോൽ പുലർന്നു പൊട്ടിപ്പോവാം ആനന്ദമല്ലീയതും. നിശ്ചിതമല്ലൊന്നുമെന്നുള്ളതാം അനിശ്ചിതഗർത്തമാം ചുഴിക്കുള്ളിൽ പെട്ടുഴലേണ്ട. സർവം നിശ്ചിതം മുന്നേ തന്നെ എന്ന നേരിനെ പോലെ തണലാകുവാൻ കുളിരേകുവാൻ മറ്റെന്തുണ്ടാം. നിശ്ചിതമല്ലൊന്നുമെന്നുള്ളതാം അനിശ്ചിതഗർത്തമാം ചുഴിക്കുള്ളിൽ പെട്ടുഴലേണ്ട. സർവം നിശ്ചിതം മുന്നേ തന്നെ എന്ന നേരിനെ പോലെ തണലാകുവാൻ കുളിരേകുവാൻ മറ്റെന്തുണ്ടാം. നടക്കാനില്ല ലക്ഷ്യത്തിങ്കലേക്കതിദൂരം. പറക്കാനില്ല നീടത്തിങ്കലേക്കതിനേരം. അറിവല്ലിതാശ്വാസമാണെന്ന നേരിൻ തെളിപടരും നേരം നമുക്കൊക്കെയും മഹോത്സവം. തിരിതാഴുന്നു നിലവിളക്കിൽ തിരിതാഴുന്നു നിലവിളക്കിൽ. നാരായണ ജപമാഴുന്നു മനസ്സരസിൽ. ആറാട്ടിൻ്റെ ദിനമാകുമ്പോൾ മാത്രമണയും ആശ്വാസ നിശ്വസിതം കലർന്നന്ത്യധാരയും നിലയ്ക്കുന്നു.